എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ എന്തിനു വേണ്ടിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നൽകിയത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഈ വ്യക്തി എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠം യൂണിവേഴ്സിന് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പാഠം പഠിപ്പിക്കാൻ യൂണിവേഴ്സ് ഉദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. ആദ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നും ചിലപ്പോൾ ചില സമയത്തൊക്കെ. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് യൂണിവേഴ്സ് അത് നൽകിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഒറ്റക്കല്ലെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാക്കാനാണ്. വേറെ ആര് വന്നാലും നിങ്ങൾക്ക് ഇത്രയും ഒരു സംരക്ഷണം ഉണ്ടാകുമായിരിക്കില്ല. കൃത്യമായിട്ട് നിങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് യൂണിവേഴ്സ് പോയിരിക്കുന്നത്. സ്നേഹം വീണ്ടും വരാനും ഉള്ള സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കാനുമാണ്. ഈ വ്യക്തിയല്ലായിരുന്നെങ്കിൽ സ്നേഹത്തിൽ നിങ്ങൾ അത്ര കഠിനമായി ആഴത്തിൽ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പൊക്കെ നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയെ കാണിക്കാൻ അതുകൂടി അവർക്ക് ഉദ്ദേശം ഉണ്ടായിരിക്കാം. നിങ്ങൾ എത്ര വിലപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാൻ വേണ്ടിയായിരിക്കും അവർ പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയത്. നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവുമാണ്. ആ വ്യക്തിയാണ് നിങ്ങൾക്ക് അത്തരം ജീവിതം നൽകിയിരിക്കുന്നത്. പഴയ വേദനകൾ ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് ആ വ്യക്തി. ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചു. അതെല്ലാം എങ്ങനെ മാറ്റിയെടുക്കണം, എങ്ങനെ ആ പ്രതിസന്ധി മാറണമെന്ന് നോക്കാൻ വേണ്ടിയായിരിക്കാം. നിങ്ങൾക്ക് ആത്മവിശ്വാസം തിരികെ നൽകാനാകാം. ആത്മവിശ്വാസം ലഭിച്ച് നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാകാം. ആത്മവിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കാനാകാം. നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എത്തിയത്. ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ചിന്തയും അതുതന്നെയാണ്. നിങ്ങൾ ഒരുപാട് സഹിച്ചു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നേറ്റം നടത്തുന്നുണ്ട്. അതെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്താനായിരിക്കാം. കുറച്ചുപോലും അതൃപ്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ഒരു ദിവസം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയതാകാം. നിങ്ങളെ കൂടുതൽ സ്പിരിച്വലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ വഴിതെറ്റി പോകുമായിരുന്നു. ആ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾ ആത്മീയ രംഗത്തേക്ക് വരുന്നു, ആത്മീയ തലങ്ങളിലേക്ക് എത്തുന്നു. ഈശ്വരനുമായി, യൂണിവേഴ്സുമായി നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് ആ വ്യക്തിയാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ജീവിതത്തെ പ്രതീക്ഷയുള്ളതാക്കാം. അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്കുണ്ടാകണം. ഇതുവരെ നിങ്ങൾക്കുണ്ടായില്ല എന്നുള്ള ചിന്തയിൽ യൂണിവേഴ്സ് നൽകിയതാകാം. നിങ്ങളുടെ ആത്മാവിൽ ഒരു കണക്ഷൻ, ഒരു സോൾ കണക്ഷൻ, ആത്മാവുമായി ബന്ധിപ്പിക്കുന്ന, നിങ്ങളെ ഹൃദയത്തിൽ പരിധിയില്ലാതെ സ്നേഹിച്ച ഒരു വ്യക്തിയാകാം. ശരിയായ സ്നേഹം എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനാകാം. ശരിയായ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കതിൽ മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. ശരിയായ സ്നേഹം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ തന്നെ സ്നേഹം എന്തെന്ന് അറിയാൻ വേണ്ടിയാകാം. സ്നേഹം അങ്ങനെ ഇങ്ങനെയുള്ളതല്ല എന്നും, നിങ്ങൾ ഇതുവരെ കണ്ട സ്നേഹമല്ല ആ വ്യക്തിയുമായി ചേർന്നപ്പോൾ, ആ വ്യക്തിയുടെ സാന്നിധ്യം വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്നുള്ള കാര്യം പഠിപ്പിക്കാം. പഴയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാറ്റേൺ തന്നെ മാറാൻ യൂണിവേഴ്സ് ആഗ്രഹിച്ചിരുന്നു. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിലെ പാറ്റേൺ മാറ്റാൻ വേണ്ടിയാകാം. നിങ്ങളുടെ ലിമിറ്റുകൾ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ. നിങ്ങൾക്ക് പലതരം ലിമിറ്റുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പല തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനാകാം. നിങ്ങളെ വെർഷൻ 2 ആക്കി മാറ്റാൻ ആഗ്രഹിച്ചിരിക്കാം യൂണിവേഴ്സ്. നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളുടെ ശത്രുക്കൾ വിജയിക്കുന്നു, നിങ്ങൾ പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു അവസ്ഥ മാറ്റാൻ യൂണിവേഴ്സ് ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കാം. നിങ്ങൾക്ക് മാറി നിന്നപ്പോൾ
നിങ്ങളെല്ലായിടത്തു നിന്നും മാറി നിന്നപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടായി. നിങ്ങളെ വെറുക്കുന്നവരും അവഗണിക്കുന്നവരുടെ എണ്ണം കൂടി. അവർ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, വെറുക്കുന്നവരും അവഗണിക്കുന്നവരും അല്ല യഥാർത്ഥ സ്നേഹിതർ എന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ, ഇതൊരു ആകസ്മികമല്ല എന്ന് മനസ്സിലാക്കാൻ, ആകസ്മികമല്ലാത്ത ഒന്നാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ, നിങ്ങളുടെ കരിയർ ക്ലിയർ ചെയ്തെടുക്കാൻ, നിങ്ങളുടെ കരിയറിലുണ്ടായ നഷ്ടങ്ങളും സാമ്പത്തികവും കരിയർ പരമായിട്ടുള്ള അധികാരങ്ങളുടെ പ്രശ്നങ്ങൾ, ഒരുപാട് ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് തക്കം പാർത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തളരരുത് എന്ന് യൂണിവേഴ്സ് കരുതിയിട്ടുണ്ടാകാം. നിങ്ങളെ മൊത്തത്തിൽ രക്ഷപ്പെടുത്താൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു. ഒരു വലിയ തീരുമാനത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ടാണ് ആ വ്യക്തിയുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊരിക്കലും ആ മികച്ച തീരുമാനം, ആ വലിയ തീരുമാനം എടുക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകാൻ, നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാകാൻ ഒക്കെ വേണ്ടിയാണ്. നിങ്ങൾ എത്ര ആഴത്തിൽ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അളവറിയാൻ, നിങ്ങളെത്ര ആഴത്തിൽ ഒരാളെ സ്നേഹിക്കുമെന്ന് യൂണിവേഴ്സിന് അറിയണം. ആരെയും ഞാൻ സ്നേഹിക്കില്ല, ആരെയും ഞാൻ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ ഒരാളെ ആഴത്തിൽ ഇത്രയധികം സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെ മനസ്സിലാക്കിപ്പിക്കാനാകാം. നിങ്ങൾ ഇമോഷണലി മെച്യൂറാക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നിരിക്കാം യൂണിവേഴ്സ്. ഇമോഷണലി നിങ്ങൾ ദുർബലയായിരുന്നു. അതിൽ നിന്ന് മാറി നിങ്ങളെ ഏറ്റവും ശക്തിയുള്ള ഒരാളാക്കി മാറ്റാൻ, ഏറ്റവും അവബോധമുള്ള ഒരാളാക്കി മാറ്റാൻ യൂണിവേഴ്സ് ആഗ്രഹിച്ചിരിക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ പാത, ജീവിത പാത എങ്ങനെയാണെങ്കിലും മാറ്റണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിച്ചിരിക്കാം. അതിനുവേണ്ടിയാണ് ആ വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായത്. ആ വ്യക്തി മനസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാറ്റേൺ മാറുകയാണ്. നിങ്ങൾക്ക് ഹോപ്പ് നൽകാൻ, ജീവിതത്തിൽ പ്രതീക്ഷ നൽകാൻ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, ഇനി തനിക്കൊരു ജീവിതമില്ല, തൻ്റെ ജീവിതം ഏറെ തകർന്നു എന്നുള്ള ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ, നിങ്ങളെ സ്വയം കണ്ടെത്താൻ, നിങ്ങൾ കാണാതെ പോവുകയായിരുന്നു. നിങ്ങൾ സ്വയം നിങ്ങളെ കണ്ടെത്തണം. നിങ്ങളെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമായിരുന്നു. ആ നഷ്ടം മാറ്റി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഖ്യം കൊണ്ടുവരാൻ നിങ്ങളെ പ്രാപ്തയാക്കുന്ന ഒരു സംവിധാനമായിരുന്നു അത്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് ആ വ്യക്തിയെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ സ്വയം കണ്ടെത്താനായിട്ടായിരുന്നു. ഈ ബന്ധം ഒരു കണ്ണാടി പോലെ നിങ്ങൾക്ക് തോന്നണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിച്ചിരുന്നു. നിങ്ങളുടെ എല്ലാ തെറ്റുകളും കുറവുകളും ഗുണങ്ങളും എല്ലാം നിങ്ങൾക്ക് ആ കണ്ണാടിയിലൂടെ കാണാൻ കഴിയുമായിരുന്നു. നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ യൂണിവേഴ്സ് ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു യൂണിവേഴ്സ് ആ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.